നമസ്കാരം. എല്ലാവർക്കും പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജോലി എന്നുള്ള നമ്മുടെയൊക്കെ ആവശ്യകതയാണ് അല്ലേ? അപ്പോൾ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ഒരു നല്ല ജോലി ലഭിക്കുക, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗം കിട്ടുക എന്നൊക്കെ പറയുന്നത് ഒരു സ്വപ്നം പോലെ കൊണ്ടു നടക്കുന്നവരുണ്ട്. അതിൽ നമ്മുടെ പ്രയത്നവും ഭഗവാന്റെ കടാക്ഷം കൂടിയാകുമ്പോൾ അത് 100% എത്തുകയും നമുക്ക് എത്രയും വേഗം ജോലി ലഭിക്കാനുള്ള അവസരവും ഉണ്ടാകുന്നതാണ്. അതിനായിട്ട് നമ്മുടെ പ്രയത്നം നിരന്തരം അതിനായിട്ട് വേണം. അതോടൊപ്പം തന്നെ ഭഗവാന്റെ കടാക്ഷം എന്ന് പറയുന്നത് സൂര്യഭഗവാന്റെ ജാതകവശാൽ സൂര്യദശാകാലം നമുക്ക് അനുകൂലമായിട്ട് വരികയാണ് വേണ്ടത്. അതിനായി നാം നിത്യവും സൂര്യഭഗവാനെ, പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ സൂര്യഭഗവാനെ വണങ്ങുകയും അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് നവഗ്രഹ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ നവഗ്രഹത്തിന് സൂര്യഭഗവാന് അർച്ചന ചെയ്യാവുന്നതാണ്. അടുത്ത് നവഗ്രഹ ക്ഷേത്രങ്ങൾ ഇല്ലാത്തവരാണെങ്കിൽ വീട്ടിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ സൂര്യഭഗവാനെ വണങ്ങുവാനായി ആലിലയിൽ കൊണ്ട് ചെയ്യാവുന്ന ഒരു പരിഹാരമാണ് ഇവിടെ പറയുന്നത്. അതീവ ദൈവിക ശക്തിയുള്ള ആൽമരത്തിലാണല്ലോ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ കുടികൊള്ളുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൽമരത്തിൻ്റെ ആലിലയിൽ നാം ഈ ഒരു പരിഹാരം ചെയ്യുമ്പോൾ അതിന് പ്രത്യേകമൊരു ഫലമാണ് ഉണ്ടാകുന്നത്. ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഈ ഒരു പരിഹാരം ചെയ്യേണ്ടത്. സൂര്യോദയ സമയത്ത് വേണം ഈ ഒരു പരിഹാരം ചെയ്യുവാനായിട്ട്. അതിനായിട്ട് നാം തലേന്ന് തന്നെ സന്ധ്യയ്ക്ക് മുമ്പ്, അതായത് ശനിയാഴ്ച, നമുക്ക് ആവശ്യമുള്ളത്ര കുറച്ച് ആലിലകൾ പറിച്ച് വയ്ക്കാവുന്നതാണ്. നല്ല ഇല നോക്കി, കീറാത്തതും കുത്തുകളൊന്നുമില്ലാത്തതുമായ ഇലകൾ വേണം ഇതിനായിട്ട് പറിച്ചെടുക്കുവാനായി. സൂര്യോദയത്തിന് മുമ്പ് എണീറ്റ് കുളിച്ച് വിളക്കെല്ലാം സാധാരണ പോലെ പൂജാമുറിയിൽ കത്തിച്ചതിന് ശേഷം സൂര്യോദയ സമയത്ത് ഒരു ചെറിയ തട്ടത്തിൽ മഞ്ഞളും കുങ്കുമവും എല്ലാം തൊട്ട് കൊടുത്തതിന് ശേഷം അതിൽ ഒരു ആലില, നല്ല നിലയിലുള്ള ഒരു ആലില വെക്കുക. ആ ഇലയുടെ നടുക്കായിട്ട് മഞ്ഞളും കുങ്കുമവും തൊട്ട് കൊടുക്കണം. അതിലൊരു മൺചിരാത് വെച്ച് അതിൽ നെയ്യ് ഒഴിച്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കണം. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പുഷ്പങ്ങളുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ എല്ലാവരുടെ വീട്ടിലും കാണും തുളസിയില. അതിൽ നിന്ന് 2 തുളസിയില ഈ വിളക്കിന് മുന്നിലായിട്ട് വെക്കാവുന്നതാണ്. ഇനി അതിനുശേഷം ഗോതമ്പ് മണികൾ, അതായത് ഗോതമ്പ് മാവല്ല, ഗോതമ്പ് മണികൾ, സൂര്യഭഗവാന്റെ ധാന്യമായ ഗോതമ്പ്, അത് നമ്മൾ കുറച്ച് ഒരു പിടി കയ്യിൽ വെച്ച് സൂര്യഭഗവാനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ജോലി സംബന്ധമായ, അതായത് ജോലി ലഭിക്കുവാനായിട്ടുള്ള കാര്യം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു പിടി ഗോതമ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായി. വിളക്ക് വെച്ചിരിക്കുന്ന ആ ആലിലയിലെ തട്ടത്തിൽ തന്നെ ഈ ഗോതമ്പ് മണികൾ വെച്ച് വിളക്ക് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും കത്തിക്കോട്ടെ. അതിനുശേഷം വിളക്കണച്ചതിനു ശേഷം മാത്രം ആലിലയും ഗോതമ്പും ഒക്കെ ആരും കാൽപ്പെടാത്ത സ്ഥലത്ത് കളയേണ്ടതാണ്. ഗോതമ്പ് മണികൾ പ്രാവിനോ കിളികൾക്കോ ഒക്കെ കഴിക്കാൻ പാകത്തിന് ആരും ചവിട്ടാത്തെടുത്ത് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇത് ഒരു 4 ഞായറാഴ്ച ചെയ്യാവുന്നതാണ്. അതായത് ഒരു മാസം. ചില മാസങ്ങളിൽ 5 ഞായറാഴ്ച വരലുണ്ട്. അങ്ങനെയെങ്കിൽ 5 ഞായറാഴ്ച ചെയ്യാവുന്നത്. ഇനി അടുത്തതായി ഒരു ആലില മാത്രം വെച്ച് ചെയ്യാവുന്ന ഒരു പരിഹാരമാണ് ഞാൻ പറയുന്നത്. ആലിൻ്റെ ഇല എടുത്തതിന് ശേഷം അതിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, രാശി, എന്ത് ഉദ്യോഗമാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. ഉദാഹരണത്തിന് സർക്കാർ ഉദ്യോഗമാണെങ്കിൽ അത് സർക്കാർ ഉദ്യോഗം എന്നിട്ട് സൂര്യഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഈ ഒരു നാമവും കൂടി എഴുതണം. ഓം സൂര്യനാരായണായ നമഃ. രാശി എന്ന് പറയുമ്പോൾ ചിലർക്ക് സംശയം വരും. അത് നിങ്ങൾ ഏത് നക്ഷത്രമാണോ, ഉദാഹരണത്തിന് ഉത്രം നക്ഷത്രമാണെങ്കിൽ ചിങ്ങം രാശിയിലും വരുന്നുണ്ട്, കന്നി രാശിയിലും വരുന്നുണ്ട്. നിങ്ങൾ ചിങ്ങം രാശിയിലാണെങ്കിൽ ഉത്രത്തിന്റെ ആദ്യ പാദമാണ് വരുന്നത്. ഇനി കന്നി രാശിയിലാണെങ്കിൽ ഉത്രത്തിന്റെ അവസാന പാദമായ 3/4 ഭാഗം വരുന്നത് കന്നി രാശിയിലാണ്. അങ്ങനെ നിങ്ങൾ ഏത് നക്ഷത്രത്തിൽ ആണ് വരുന്നത് എന്ന് ആ നക്ഷത്രം വരുന്ന രാശി കൂടി ഇതിൽ എഴുതി ചേർക്കേണ്ടതാണ്. ഇനി ഇത് എഴുതേണ്ടത് പച്ചമഷിയുള്ള സ്കെച്ച് പെൻ കൊണ്ട് എഴുതുക. മറ്റുള്ള പേന കൊണ്ട് എഴുതുമ്പോൾ അതിന്റെ നിബ്ബ് കൊണ്ട് ഈ ആലില കീറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കീറാൻ പാടില്ല. അപ്പോൾ ശ്രദ്ധിച്ച് പച്ചമഷിയുള്ള സ്കെച്ച് പെൻ കൊണ്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക. ഇനി ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം കയ്യിൽ വെച്ച് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചതിനു ശേഷം ഇത് മടക്കി ഒരു നൂല് കൊണ്ട് കെട്ടുക. അത് ചുമന്ന നൂലുണ്ടെങ്കിൽ അതുകൊണ്ട് കെട്ടാവുന്നതാണ്. ഇല്ലെങ്കിൽ സാധാരണ വെള്ള ടോയിൽ നൂല് കൊണ്ട് നിങ്ങൾക്കിത് കെട്ടിയിട്ട് ഒരു പ്ലേറ്റിൽ വെച്ചതിന് ശേഷം കുറച്ച് അക്ഷതം, അതായത് പച്ചരിയും മഞ്ഞൾപ്പൊടിയും കൂടി കലർത്തി അക്ഷതം, അരിയും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കുറച്ച് പുഷ്പങ്ങൾ അതിലിടാം. ഇല്ലെങ്കിൽ 2 തുളസി ഇല പൊട്ടിച്ചും നിങ്ങൾക്ക് അതിൽ ഇടാവുന്നതാണ്. ഒരു 7 ദിവസം ഇത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇല വാടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മാറ്റി പുതിയൊരു ഇലയിൽ ഇതുപോലെ എഴുതി അവിടെ സൂക്ഷിക്കാവുന്നതാണ്. ഒരു 4 ഞായറാഴ്ച നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. ഇത് ചെയ്താൽ ഉടനെ ജോലി കിട്ടുമോ എന്ന ചോദ്യം വരുമെങ്കിലും ഇത് ചെയ്താൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെയധികം ദൈവികമായ രീതിയിൽ കൂടുതലായി വരികയും അത് നമുക്ക് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. നമ്മുടെ പ്രയത്നവും ചെയ്യുന്ന കർമ്മത്തിൽ പ്രാർത്ഥനയോടുകൂടി വിശ്വാസമർപ്പിച്ച് ചെയ്യുമ്പോൾ അതിന് എപ്പോഴും 100% ഫലം ലഭിക്കുന്നു. എല്ലാവർക്കും ആ സൂര്യനാരായണന്റെ അനുഗ്രഹം